പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദിവസങ്ങളിൽ വണക്കാം. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം പ്രാർത്ഥനാ ധ്വനി ഖത്തർ ചാപ്റ്ററിൻ്റെ കൂടി വരുവായി ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സംഭവങ്ങളുമായ ദിനങ്ങളിൽ കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ ദൈവസേനയിൽ കടന്നു വന്ന അല്പസമയം നമ്മുടെ ഹൃദയം ദൈവസേനയിൽ പകരുവാനും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസേനയിൽ സമർപ്പിക്കുവാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തോട് യാചിപ്പാനും അന്വേഷിപ്പാനും മുട്ടുവാനും ദൈവം അവിടുന്ന് ഇടയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പലർക്കും ഈ ഭാഗ്യവതി ലഭിക്കാതിരിക്കുമ്പോൾ എളിവരാകുന്ന നമ്മൾക്ക് ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കൃപയുടെ മികുത്വത്താൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എല്ലാവരെയും ഇടയാക്കണതിനായി നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. ഇന്നത്തെ കൂടി വരവ് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അനേകം വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരവാനും പ്രാർത്ഥിപ്പാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നല്ലവനും വിശ്വസ്തനുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എളിവരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പാനുമായ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലത്തെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇമ്പകരമല്ല കർത്താവേ. ഓരോ ദിവസവും അതിൻ്റെതായ നിലവാരത്തിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അരുമനാഥൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന മനസ്സിലാക്കി ഞങ്ങളെ തന്നെ ദൈവസേനയിൽ സമർപ്പിച്ച് വിശുദ്ധമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. ദൈവവചനത്താൽ ഞങ്ങളെ പോഷിപ്പിക്കണമേ. ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വമായി തീരണമേ. നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണം. നല്ലവണ്ണം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നല്ല വചനം കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും ഞങ്ങളുടെ അണ്ണാക്കിന് മധുരവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ. പാറയെ തകർക്കുന്ന ചുറ്റിക ഹല്ലേലൂയ. തീ പോലുള്ള ദൈവത്തിൻ്റെ വചനം, ഇരുവാഴ്ത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചേറിയ ദൈവത്തിൻ്റെ വചനം ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇന്ന് രാത്രിയിലും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പ്രിയ ദൈവദാസനെ ബലപ്പെടുത്തണം. പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണം കർത്താവെ. പ്രയർ ലീഡ് ചെയ്യുവാൻ പ്രിയ സഹോദരിയെ ബലപ്പെടുത്തണം. എല്ലാ ശുശ്രൂഷകളെയും ദൈവനാമ മഹത്വമായി തീരാൻ അവിടുന്ന് കൃപ ചെയ്യണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും മഹാദൈവത്തിന്റെ സാന്നിധ്യമുള്ളതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണം. ദൈവനാമ മഹത്വമായി തീരണം കർത്താവ്. ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ ചാപ്റ്ററുകളെയും ഞങ്ങൾ ഓർക്കുന്നു. എല്ലാം അങ്ങയുടെ നാമ മഹത്വത്തിനൊത്തവണ്ണം പ്രവർത്തിപ്പാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണം. നടക്കുവാൻ പോകുന്ന കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹമാക്കി തീർക്കണം. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് ശരീരമായ ക്ലേശങ്ങളും ബലഹീനതകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവിടെ ഞങ്ങളെ ശക്തീകരിക്കണം. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും വിടുവിച്ചാട്ട് കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് പ്രിയ സഹോദരങ്ങൾ പ്രിയ ബിബിനും പ്രിയാനുവും ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കും. കർത്താവ് സഹായിക്കട്ടെ. അതിനായിട്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഇവിടെ കൂടി വന്നിരിക്കുന്നത് പ്രാർത്ഥന മീറ്റ് ആൻഡ് പ്രേ എന്നുള്ള ഒരു വിഷയത്തോടനുബന്ധിച്ചാണല്ലോ. പലവിധമാവുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ ഇടയാക്കി. ഇന്നും ഈ രാത്രികാലവും നമ്മുടെ വിഷയങ്ങളെ ഓരോന്നും ഓർത്ത് ദൈവത്തോട് അപേക്ഷിക്കുവാനും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകലത്തിനും പ്രാർത്ഥനയാലും ഉപേക്ഷയാലും കർത്താവിനോട് യാചിച്ച്
കർത്താവിനെ നമുക്ക് ഈ രാത്രികാലം മഹത്വപ്പെടുത്താം. ഒരു പഴയ ഗാനം എല്ലാവരും കൂടെ ചേർന്ന് ശാന്തമായി ദൈവത്തെ പാടി ആസ്വദിക്കാം. പ്രാർത്ഥന ചെയ്തിടുവാൻ പ്രാപ്തിയരുളിടുക, പ്രാർത്ഥന ചെയ്തിടുവാൻ പ്രാപ്തിയരുളിടുക. ഏതൊരു നേരത്തിലും ഏതൊരവസ്ഥയിലും ഏതൊരു നേരത്തിലും ഏതൊരവസ്ഥയിലും എന്നെ വിളിച്ചിടുക, ഉത്തരം ഞാൻ നൽകിടാം. എന്നെ വിളിച്ചിടുക, ഉത്തരം ഞാൻ നൽകിടാം. എന്നതിൻ വാക്കുള്ളതാ ഇപ്പോൾ ഞാൻ വന്നിടുന്നു. എന്നതിൻ വാക്കുള്ളതാ ഇപ്പോൾ ഞാൻ വന്നിടുന്നു. വറ്റാത്ത നീരുറവാ ഭക്തൻ തൻ സന്നിധാനേ. വറ്റാത്ത നീരുറവാ ഭക്തൻ തൻ സന്നിധാനേ. ഭക്തർക്കായി എഴുതിയാ ഇപ്പോൾ ഞാൻ വന്നിടുന്നു. ഭക്തർക്കായി എഴുതിയാ ഇപ്പോൾ ഞാൻ വന്നിടുന്നു. കാർമേഘമേറിയാലും കൂടിരുൾ മൂടിയാലും മേറിയാലും കൂടിരുൾ മൂടിയാലും കർത്താവിൻ വാഗ്ദത്തങ്ങൾ മാറാതെയായുണ്ട്. കർത്താവിൻ വാഗ്ദത്തങ്ങൾ മാറാതെയിരിക്കായുണ്ട്. നാളെ എന്തെന്നറിയുവാ കാണിയില്ലാത്ത ഞങ്ങൾ. നാളെ എന്തെന്നറിയുവാ കാണിയില്ലാത്ത ഞങ്ങൾ. നാളെ കാണുന്ന നീ പാദങ്ങൾ വന്നിടുന്നു. നാളെ കാണുന്ന നീ പാദങ്ങൾ വന്നിടുന്നു. പ്രാർത്ഥന ചെയ്തിടുവാ പ്രാപ്തി അരുളിടുക. പ്രാർത്ഥന ചെയ്തിടുവാ പ്രാപ്തി അരുളിടുക. ഓരോ നേരത്തിലും ഏതോരവസ്ഥ
ഏതൊരു നേരത്തിലും ഏതൊരവസ്ഥയിൽ പ്രാർത്ഥന ചെയ്തിടുവാ അഭിഷേകത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ഇവിടെ നിറയ്ക്കണമേ. ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരും. ഏതൊരവസ്ഥയിൽ ഞങ്ങളുടെ ഏതൊരു നേരത്തിലും ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് പിന്നെ സാന്നിധ്യബോധത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്വന്തമായ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, പ്രിയ ബിബിനും പ്രിയ അനുവും പ്രിയ പൈതൽ ജോവാനും ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രാരംഭത്തെ ഗാനശുശ്രൂഷ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഖത്തർ ചാപ്റ്ററിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഏതൊരു ശുശ്രൂഷയായാലും ദൈവവചനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ദൈവവചനം കേൾക്കേണ്ടതും വളരെ ആവശ്യമാണല്ലോ. ദൈവവചനത്തിൻ്റെ കേൾക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയ ദൈവദാസനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ന്യൂ ഇന്ത്യ ചർച്ച കൊണ്ട് ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ഗ്ലാഡ്സിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുന്നു. തുടർന്നുള്ള ആ സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ടവൻ സമയം വിനിയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാധുനിക ഖത്തർ ചാപ്റ്ററിന് നേതൃത്വം നടത്തപ്പെടുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നല്ല കൃപകൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഖത്തറിലെ പ്രാർത്ഥനാധുനി ചാപ്റ്ററുകൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായിട്ടുള്ള ദേവദാസൻ പാസ്റ്റർ സാം തോമസ് അവർകൾ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുകൾ ലീഡ് ചെയ്യുന്ന പ്രിയ പിം ബ്രദർ, അനു ബ്രദർ, പ്രിയ മകൻ, അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിലായിരിക്കുന്ന ദേവദാസന്മാർ, ദാസിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളേവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു.
വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഇതൊരു പ്രാർത്ഥനാ സംഗമം ആണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും പ്രാർത്ഥനയെപ്പറ്റി പറയുന്ന ഒരു വാക്കുകൾ ഇപ്രകാരമാണ്: പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആ വാക്കൊരിക്കൽ കൂടി പറയുകയാണ്: പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അത് വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വ്യത്യസ്ത വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നല്ലോ. എത്ര പേർക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ പറ്റും: ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അതുമാത്രമല്ല, നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരവും ഇന്ന് രാത്രി നമ്മളോട് കൂടെയുണ്ട്. ഒരു പക്ഷേ ഈ ഹോളിൻ്റെ തണലിൽ നാം ആയിരിക്കുമ്പോഴും പലതരത്തിലുള്ള ഭാരത്തോടെ, പ്രയാസത്തോടെ, പുറമേ നോക്കുമ്പോൾ നന്നായി ചിരിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന വിഷയങ്ങളുമായി അലയുന്ന ഒത്തിരി പേര് ഇതിൻ്റെ നടുവിൽ കാണാം. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളും നാം പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയട്ടെ, നാം വിശ്വസിക്കുന്ന കർത്താവ് പ്രവർത്തിക്കുന്ന കർത്താവ്. നാം വിശ്വസിക്കുന്ന കർത്താവ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അല്പസമയം നിങ്ങളുടെ എല്ലാവരുടെയും അധരങ്ങളെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ചലിപ്പിക്കാമോ? എന്നിട്ട് കർത്താവിനോടൊന്ന് പറയാമോ: കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവകരം, ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ദൈവകരം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങളേക്ക് നന്ദി പറയുന്നു കർത്താവേ. ശിഖമന രം ദുനിയാതുര ഹല്ലേലൂയ. ഒരു ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുമായി പങ്കുവച്ചിട്ടിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് അല്പസമയങ്ങളൊന്ന് ചിന്തിക്കുന്നത്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യെഹോയാഖീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ എഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. പ്രവാസകാലത്തിന് മുൻപും പ്രവാസകാലത്തും പ്രവാസകാലത്തിന് ശേഷവും ജീവിച്ചിരുന്ന അനേക പ്രവാചകന്മാരെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രവാസകാലത്ത് എക്സൈലിക് പീരീഡിൽ ജീവിച്ചിരുന്ന ശക്തനായ ഒരു പ്രവാചകനായിരുന്നു എഹെസ്കേൽ പ്രവാചകൻ. ഈ എഹെസ്കേൽ പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ ഈ പ്രവചനം എഴുതുന്നത് BC 592-നും BC 565-നും ഇടയിലുള്ള കാലയളവിൽ താൻ ബാബിലോണിൽ ആയിരിക്കുമ്പോഴാണ് ഈ എഹെസ്കേൽ പ്രവചനം എഴുതുന്നത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ബാബിലോണിൽ ആയിരിക്കുമ്പോൾ. എന്താണ് ബാബിലോണിൽ വെച്ച് താൻ ഈ പ്രവചനം എഴുതുവാനുള്ള ആ ഒരു കാലഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BC 597-ൽ നെബൂഖദ്നേസറിൻ്റെ നേതൃത്വത്തിൽ യെരുശലേം പട്ടണത്തെ ആക്രമിക്കുകയും അന്നത്തെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും പ്രമുഖനായ പ്രവാചകനായിരുന്ന യഹോയാക്കീമിനെ പിടിക്കുകയും തന്നോടൊപ്പം ഏകദേശം 10,000 പേരെ പ്രവാസികളായി അടിമകളാക്കി ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ കൊണ്ടുപോവുകയാണ്. ഈ 10,000 പേരുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു ഈ എഹെസ്കേൽ പ്രവാചകനും. ഈ എഹെസ്കേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഇങ്ങനെയായിരുന്നു: എനിക്ക് യെരുശലേമിൽ പുരോഹിത ശുശ്രൂഷ എനിക്ക് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ അതിനുവേണ്ടി അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് താൻ ഒരു പ്രവാസിയായിട്ട് അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് തന്നെ നെബൂഖദ്നേസർ
ഈ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ ഈ 25-ാമത്തെ വയസ്സിൽ താൻ ബാബിലോണിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു കാണും, ഞാൻ അങ്ങേക്ക് വേണ്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ലോകപ്രകാരം ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു, യെരൂശലേമിൽ എനിക്കൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യണം. യെഹോയാക്കീമിനോടൊപ്പം തന്നെ എനിക്കും ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യണം. പക്ഷേ അവൻ്റെ ആഗ്രഹത്തെ, അവൻ്റെ സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ താൻ ബാബിലോണിൽ ഒരു അടിമയായിട്ട് താനിപ്പോൾ മാറിയിരിക്കുക. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും അപ്പുറമായി പലപ്പോഴും പല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുമ്പോഴും സംഭവിക്കുന്നതൊന്നും എൻ്റെ കർത്താവ് അറിയാതെയല്ല. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് അതിൻ്റെ മധ്യത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വേദനയോടെ, ഭാരത്തോടെ എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവത്തിന് നിങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ യെരൂശലേമിൽ മടക്കിക്കൊണ്ട് വരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെങ്കിൽ, അല്ല യെരൂശലേമിൽ നിർത്തി നിന്നെ ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യിപ്പിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവം നിന്നെ അവിടെ നിർത്തുക തന്നെ ചെയ്യും. ഒരാമയം പറയാമോ? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ യഹോവയുടെ ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ട്, ഞാൻ നിന്നെ യെരൂശലേമിൽ നിർത്തും. പക്ഷേ യെരൂശലേമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം കടന്നു വരിക. ആ പ്രവാചകന് പ്രവചിക്കുന്ന 4 പുത്രിമാരുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുകയായിരിക്കും, ഈ പ്രവചിക്കുന്ന 4 പുത്രിമാരും ഒരുപോലെ പൗലോസിനോട് പറഞ്ഞു കാണും, പൗലോസേ, നിന്റെ യെരൂശലേമിലേക്കുള്ള യാത്ര നല്ലത് തന്നെ, പക്ഷേ നീ യഹൂദന്മാരാൽ നീ പിടിക്കപ്പെടും, നീ യഹൂദന്മാരാൽ നീ പിടിക്കപ്പെടും, നീ യഹൂദന്മാരാൽ നീ പിടിക്കപ്പെടുമെന്ന് പലരും പല വാക്കുകളൊക്കെ പറയുന്ന വലിയ ഒരു ചിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ മറ്റു വലിയൊരു പ്രവാചകൻ അതിനുശേഷമായിട്ട് കടന്നു വരിക. ആ പ്രവാചകൻ കണ്ടിട്ട് തന്നെ പൗലോസിനെ കണ്ടിട്ട് പൗലോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, പൗലോസ്, നിൻ്റെ യാത്ര നല്ലത് തന്നെ, പക്ഷേ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ആ പ്രവാചകൻ്റെ അരയിൽ ചുറ്റിയിരിക്കുന്ന ഒരു ഷോള് പെട്ടെന്ന് തന്നെ ഈ പൗലോസിൻ്റെ കയ്യിൽ കെട്ടിയിട്ട്, അരക്കച്ച കയ്യിൽ കെട്ടിയിട്ട് ഇപ്രകാരം പറയുകയാണ്, ഇതുപോലെ യഹൂദന്മാർ നിന്നെ പിടിച്ചു കെട്ടും, നിൻ്റെ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമാണ് എന്നോട് യെരൂശലേമിൽ നിർത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ അവിടെ നിർത്തുവാൻ ദൈവം വിശ്വസന. പക്ഷേ പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 21 മുതലുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ എന്താണോ പ്രവാചകൻ പറഞ്ഞത് അതുപോലെ സംഭവിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വേഗത്തിൽ വാക്കുകൾ പറഞ്ഞിട്ട് വിടുക. പക്ഷേ അതിൻ്റെ അവസാനത്തിൽ അവൻ യെരൂശലേമിൽ നിൽക്കുമ്പോൾ ഫൈനൽ വേർഡായ അഗ്രിപ്പ രാജാവ് ഈ പൗലോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഒരു വാക്ക് പറയുകയാണ്, ഈ മനുഷ്യൻ മരണയോഗ്യമായിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല. നോക്കിയേ, ദൈവം പിടിക്കേണ്ടവനെ പിടിച്ചപ്പോൾ, ദൈവം തൊടേണ്ടവനെ തൊട്ടപ്പോൾ, പൗലോസിൻ്റെ മരണം കാണാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഇല്ലെന്ന് ചില യഹൂദന്മാർ പ്രതിജ്ഞ എടുത്തെങ്കിലും ദൈവം തൊടേണ്ടവനെ തൊട്ടപ്പോൾ അവൻ്റെ വായിൽ നിന്നൊരു ഫൈനൽ വേർഡ് വന്നു കഴിഞ്ഞാൽ ഇനി പൗലോസിനെ ആർക്കും തൊടാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, ദൈവത്തിന് നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ ദൈവത്തിന് എന്തെല്ലോ ചില പദ്ധതികൾ ഉള്ളത് കൊണ്ടാണ് ചില പ്രതികൂലങ്ങൾ കൂടി നമ്മളെ കടത്തിവിടുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് ചോദിക്കേണ്ട. നിന്നെ ദൈവം ഒരു സ്ഥാനത്ത് ഉയർത്തണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, നിന്റെ തലമുറയെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ആരെല്ലാം അതിനെതിരായിട്ട് വന്നാലും, എത്ര ശത്രു വലിയ പദ്ധതികൾ ഒരുക്കിയാലും, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഉയരത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കിയേ, ഈ യെഹെസ്കേൽ പ്രവാചകൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ ബാബിലോണിലായിരിക്കുകയാണ്. നീണ്ട 5 വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഒത്തിരി ചോദ്യമാണ്. ദൈവമേ, ഞാൻ എല്ലാ ദിവസവും അങ്ങയോട് ഈ കെബാർ നദിയുടെ തീരത്തിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബാബിലോണിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 സുപ്രധാനമായിട്ടുള്ള നദികളായിരുന്നു. ഒന്ന് ബാബിലോണിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 സുപ്രധാനമായ നദി, ഒന്ന് ബാബേൽ നദിയും 2 കേബാർ നദിയും. 137-ാമത്തെ സങ്കീർത്തനം
വായിക്കുമ്പോൾ നമുക്ക് ഈ ബാബേൽ നദിയെക്കുറിച്ചൊക്കെ വായിക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ യെഹെസ്കേൽ പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്ന ഈ നദിയുടെ തീരത്തിരുന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ 5 വർഷവും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 25-ാമത്തെ വയസ്സിൽ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്ന ഈ 5 വർഷവും എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യെഹെസ്കേലിൻ്റെ 1:1 നാം വായിച്ചു, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി. ഈ വചനപണ്ഡിതാക്കളും വചനപണ്ഡിതന്മാരെല്ലാം ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് യെഹെസ്കേലിൻ്റെ പ്രായമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 5 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ കെബാർ നദിയുടെ തീരത്ത് വന്നിരുന്ന് ഈ യെഹെസ്കേൽ പ്രവാചകൻ്റെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഞാനത് എന്താണെന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 10,000 പേരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നെങ്കിലും കാലം കുറെ കഴിഞ്ഞപ്പോൾ ബാബിലോണ്യ സംസ്കാരവുമായിട്ട് ഈ ഇസ്രായേൽ മക്കളൊക്കെ അങ്ങ് ഇഴുകിച്ചേറുകയാണ്. നമുക്ക് ഈ 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇവരൊരു അടിമയാണെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ ചങ്ങലയോ കാലിൽ ചങ്ങലയോ അങ്ങനെയുള്ള ഒരു അടിമകളായിട്ടല്ല അവിടെ കാണുന്നത്. ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഇവർക്ക് കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഇവർക്ക് വ്യാപാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഇവർക്ക് വീടുകൾ വെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആരാധന എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ്റെ കൂട്ടം കുറച്ച് പേര് നിന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആരാധന എന്നുള്ള വിഷയത്തിൽ, ദൈവവചനം എന്നുള്ള വിഷയത്തിൽ ബാബിലോണ്യ സംസ്കാരത്തോട് ഞങ്ങൾ ചേരുകയില്ല. ഒറ്റ വാക്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയാം, നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചുവല്ലോ, പ്രിയ ദേവദാസൻ നമ്മളെ ഓർപ്പിച്ചു, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ പ്രതികൂലങ്ങൾ അനുഭവിക്കുക. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഒരു പക്ഷേ മരണം വരെ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും, നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് പ്രാണൻ നൽകിയ ഈ സത്യപുസ്തകത്തിന് വേണ്ടി അവസാനം വരെ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വേഗത്തിൽ വരുന്നത്. കാലത്തിനൊത്തൊഴുകുവാനല്ല ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ദൈവവചനത്തെ എല്ലാം വളച്ചൊടിച്ച് വല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നമുക്കൊരു കാര്യം ധൈര്യത്തോടെ പറയാം, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ഞാൻ അന്ത്യത്തോളം നിലനിൽക്കുമെന്ന് ആര് സങ്കൂച്ചത്തോടെ പറയുന്നു, അവരെ ചേർക്കുവാനാണ് എൻ്റെ കർത്താവ് വേഗത്തിൽ വരുന്നത്. നോക്കി, എല്ലാ ദിവസവും ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആളുകളുടെ എണ്ണം ദിവസേന ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. കൂടെയുള്ളവന് ചോദിക്കുകയാണ്, ഇനി യഹോവ നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കത്തില്ല, ഈ ഒരു ബാബിലോണ്യ സംസ്കാരവുമായിട്ട് നമുക്ക് ചേരുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ എല്ലാ ദിവസവും തന്നെ മുട്ടുകളെ മടക്കി കുനിഞ്ഞിരുന്ന് താൻ പ്രാർത്ഥിക്കും. ഇനിയാണ് ഞാൻ പ്രധാനമായിട്ട് ഈ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ച 1-2 കാര്യങ്ങളോടെ പറഞ്ഞിട്ട് വേഗത്തിൽ നിർത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യൻ ഈ നദിയുടെ കരയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ താൻ കാണുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ബാബിലോണിൽ ധാരാളം വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നെബോ അവിടുത്തെ ഒരു പ്രധാന ദൈവമാണ്, ബാൽ അവിടുത്തെ പ്രധാന ഒരു ദൈവമാണ്. ഇവർ ഈ പുതിയ ഓരോ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഈ കെബാർ നദിയിലും ഈ ബാബേൽ നദിയിലെല്ലാം ഇവർ ഈ വിഗ്രഹത്തെ സ്നാനം കഴിപ്പിച്ചതിന് ശേഷമായിട്ട് ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയ ഈ തച്ചന്മാരും ഈ ശില്പികളുമെല്ലാം ഈ വിഗ്രഹത്തെ മുക്കിയതിന് ശേഷമായിട്ട് ഉയർത്തിയിട്ട് ഇപ്രകാരം പറയും, ഞങ്ങളല്ല ഇവയെ ഉണ്ടാക്കിയത്, ഇത് ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഇവയെ ഉരുവാക്കിയതെന്ന് പറഞ്ഞിട്ട് നേരെ ഈ നദിയുടെ കരയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ ഈസ് യുവർ ഗോഡ്, നിന്റെ ദൈവം എവിടെ? അതാണ് നമുക്ക് സങ്കീർത്തനങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്, നിന്റെ ദൈവം എവിടെ? അതിനുശേഷമായിട്ട് ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇവരുടെ പണിയായുധങ്ങളെല്ലാം ഇവർ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. എന്നിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു വാളെന്നാണ് അവിടെ കാണുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു വാള് ഇവരുടെ കൈകളെ മുറിക്കുന്നത് പോലെ ഇവരിങ്ങനെ ആക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കൈകൾ കൊണ്ടല്ല ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയത്, ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ കൃപ തന്നത്, ഇതിന് മഹത്വം നിറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. പിന്നീട് വീണ്ടും അവരോട് ചോദിക്കും, വേർ ഈസ് യുവർ ഗോഡ്, നിന്റെ ദൈവം എവിടെ? ഈ വാക്ക് കേട്ട് കഴിയുമ്പോൾ നാളുകളായിട്ട് സത്യദൈവത്തെ ആരാധിക്കുന്ന, യഹോവയെ ആരാധിക്കുന്ന യെഹെസ്കേൽ പ്രവാചകന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നത് പോലുള്ളൊരു വേദനയാണ് വരുന്നത്. എങ്കിലും കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വീണ്ടും കുറേ നാളങ്ങോട്ട് കഴിയുമ്പോഴേക്കും അടുത്ത പ്രധാനമായിട്ട് നിലനിൽക്കുന്ന 2-3 വേൾഡ് വ്യൂകളുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ മാത്രമല്ല കീഴടക്കുന്നത്, മറിച്ചും ആ രാജ്യത്തിലെ ദൈവത്തെയും കൂടെ കീഴ്പ്പെടുത്തുകയാണെന്നുള്ളൊരു വേൾഡ് വ്യൂ അന്ന്
മഹത്വമായിട്ട് നിലനിന്നിരുന്നു. ഈ ആളുകളെല്ലാം ഈ പ്രാർത്ഥിക്കുന്ന ഹെസ്കേൽ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ നിന്നെ പിടിച്ചു, പക്ഷേ അതോടൊപ്പം തന്നെ നിന്റെ ദൈവത്തെ ഞങ്ങളുടെ അടിമയാക്കി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അർത്ഥം ഇത്രമേ ഉള്ളൂ, നിന്റെ ദൈവത്തിന് ഇനി പ്രവർത്തിക്കാനൊന്നും കഴിയത്തതേയില്ല. ഈ വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളം വല്ലാതെ അങ്ങ് തകരും. തിരിച്ച് ബാബിലോണിയ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോയാലോ എന്നുള്ള ചിന്ത വരും. പക്ഷേ ഉറപ്പോടെ ധൈര്യത്തോടെ ഈ മനുഷ്യൻ അങ്ങ് നിൽക്കുക. അടുത്തതായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ഒരു വേർഡ് ഇപ്രകാരമാണ്: ഒരു രാജ്യത്തിൻ്റെ ടെറിറ്ററി വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ രാജ്യത്തിലെ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ടെറിറ്ററിയും വർദ്ധിക്കുകയാണ്. അന്നത്തെ ഏറ്റവും പ്രമുഖമായ ഒരു സംസ്കാരമായിരുന്നു ബാബിലോണിയ സംസ്കാരം. കിലോമീറ്ററുകളോളം വിസ്തൃതിയുള്ള ഒരു രാജ്യമായിരുന്നു ബാബിലോൺ. എല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്, കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ബാബിലോൺ ഇത്രയും വലുതാണെങ്കിൽ ഞങ്ങളുടെ ദൈവവും അത്രയും വലുതാ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ മഹത്വവും അത്രയും വലുതാ. ഈ വാക്കുകൾ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ മനുഷ്യൻ ഇവരുടെ നേരെ നോക്കാതെ താഴെ കവിണ്ണ് വീണ് കിടന്ന് ആ പച്ച മണ്ണിൽ ഈ കണ്ണുനീരെല്ലാം ഒഴുകി വീഴുമ്പോഴും ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ ദൈവം എവിടെയെന്ന്. ചുറ്റുപാടുമുള്ളവരെല്ലാം ചോദിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവമേ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് ഈ മനുഷ്യൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയല്ല, നമ്മുടെ കണ്ണുനീരൊന്നും വെറുതെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വീരങ്ങളെ ചെയ്യുന്ന ദൈവം. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നപ്പാ, അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്താണ് 5 വർഷങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പിന്നിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഒന്നും കടക്കുന്നില്ല, വേഗത്തിൽ ഞാൻ പറയട്ടെ. 1-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ, അടുത്ത വാക്ക് എന്താ വായിക്കുന്നതെന്നറിയാമോ? സ്വർഗം തുറന്നു, സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. എപ്പോൾ കണ്ടു? നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ നിന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടത്തില്ല എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നയിടത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി, കരയുന്ന ഒരുവന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതത്തിന്റെ വഴികളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ട് താഴെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു, യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. എപ്പോൾ? നീണ്ട 5 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോഴേക്കും യഹോവയുടെ കൈ, ആ മഹത്വമുള്ള കൈ അവൻ്റെ മേൽ വന്നു. നോക്കുക, നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെല്ലാം ചെയ്യുന്നത് ഇല്ലാത്ത മഹത്വം, ആ രാജ്യത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് തച്ചന്മാരും ശില്പികളും എല്ലാം ഇല്ലാത്ത മഹത്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഇല്ലാത്ത മഹത്വം ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, സ്വർഗം അവന് വേണ്ടി താണിറങ്ങി വന്നു, ദൈവത്തിന്റെ കരം അവന്റെ മേൽ വെച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇല്ലാത്ത മഹത്വം സൃഷ്ടിക്കുകയല്ല, നമ്മൾ കരയുമ്പോൾ ദൈവത്തിന്റെ കരം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അല്പം താമസിച്ചുവെന്ന് എനിക്ക് തോന്നിയാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, കരയുന്നവന് വേണ്ടി ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഇറങ്ങുകയാ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കുകയാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ കരയുന്ന ദൈവ പൈതലിന് വേണ്ടി, കരയുന്ന ദൈവദാസിക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഒരു കരം ചലിച്ചിറങ്ങുകയാ. In the name of Jesus, in the name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ഈ മനുഷ്യൻ കൈമുറിച്ചില്ല, ഈ മനുഷ്യൻ സ്നാനം ചെയ്തില്ല, പക്ഷെ ഒന്ന് ഇവൻ ചെയ്തു, ഇവൻ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. അങ്ങനെയെങ്കിൽ കരച്ചിലിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, കരച്ചിലിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. രാത്രി കാലങ്ങളിൽ ആരും കാണാതെ ഇടിവിൽ നിന്ന് കരയുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ടെർമിനേഷന്റെ വക്കിൽ നിന്നാലോ, ഒരുപക്ഷെ എല്ലാം അവസാനിച്ചുവെന്ന് നമ്മളെ നോക്കി സകലരും പറഞ്ഞാലോ, നീ ആശ്രയിക്കുന്ന നിന്റെ കുടുംബം ഒന്നടങ്കം നിനക്കെതിരായിട്ട് വന്നാലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഹാലിലും നിനക്ക് കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവമാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ മനുഷ്യനോട് പറയുന്ന ദൈവത്തിൻ്റെ കൈ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക, ഈ മനുഷ്യൻ്റെ പുതിയൊരു ആർജവം അങ്ങോട്ട് വീണ്ടെടുക്കുന്നത്. എന്നിട്ട് ഈ മനുഷ്യനോട് പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്ന് നിൽക്കുക. ഇത്രയും നാളും അവൻ എങ്ങനെയായിരുന്നേ? കുനിഞ്ഞിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയോടെ ഭാരത്തോടെ കുനിഞ്ഞവനിരിക്കുക. പക്ഷെ ദൈവം അവനോട് പറയാണ്, മതി, നീ കരഞ്ഞത് മതി, ഇനി നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നതിൻ്റെ ദൈവം. ഒരു പക്ഷേ ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ നിന്റെ തല കുനിയിപ്പിക്കുന്ന രീതിയിൽ കടന്നു വരാം. എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം, പ്രാർത്ഥിക്കുന്നവന്റെ തലയെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ട് ഇന്ന് രാത്രിയിൽ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. നോക്കുക, ഈ മനുഷ്യനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇനി നീ കരഞ്ഞത് മതി, കുനിഞ്ഞിരുന്നത് മതി, നീ ഒരു കാര്യം ചെയ്യണം, ഈ ചുരുൾ തിന്നുക. എന്താണ് ഈ ചുരുൾ? ദൈവവചനം നീ ഭക്ഷിക്കുക. എന്താ ദൈവവചനത്തിൻ്റെ പ്രത്യേകത? എത്ര കഠിനമായിട്ടുള്ള ഹൃദയമാണെങ്കിലും, എത്ര തടിച്ച നെറ്റിയുള്ള മനുഷ്യരാണ് നിന്റെ കൂടെ ഉള്ളതെങ്കിലും ദൈവവചനം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ആരൊക്കെ നമ്മളെ മറന്നാലും, പ്രതിസന്ധി ഘട്ടത്തിൽ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, ഈ തിരുവചനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ തിരുവചനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രതികൂല ഘട്ടത്തിൽ നമ്മളെ ഉയർത്തുന്നതാണ് ദൈവവചനം. ഹല്ലേലൂയ. 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ, മനുഷ്യപുത്ര നീ ഒരു ഇഷ്ടിക എടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരൂശലേം നഗരം നീ വരയ്ക്കുക. എന്നിട്ട് അവനോട് പറഞ്ഞൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, നീ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? യെരൂശലേം നഗരം ഇപ്പോൾ തച്ചുടച്ചു, ഇനി അങ്ങനെ ഒരു പിക്ചറില്ല, യെരൂശലേം നഗരമില്ല. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്കെച്ച് എടുക്കുക, നീ പ്ലാൻ വരയ്ക്കുക, നീ പ്ലാൻ വരയ്ക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് സംസാരിക്കുകയാണ്. നീ എന്ത് വിഷയത്തിൽ തകർന്നടിഞ്ഞുവോ ആ വിഷയത്തെ നോക്കി ഇന്ന് രാത്രിയിൽ പുതിയ ചിലത് വരയ്ക്കാൻ നീ തയ്യാറാണെങ്കിൽ, പുതിയ ചിലത് വരയ്ക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ ചിലത് വരയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിനെ പൂർത്തീകരിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തന. ഇന്ന് രാത്രിയിൽ തകർന്നിരിക്കുന്ന ആരോടൊക്കെയോ പറയുകയാണ്, ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നീ എഴുന്നേൽക്കുക, നീ എഴുന്നേൽക്കുക, നീ പ്ലാൻ വരയ്ക്കുക. അതിനു മുമ്പ് നീ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുക. ഇന്ന് രാത്രി ഉറപ്പോടെ ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ തകർന്നിരിക്കുന്ന വിഷയങ്ങളിന്മേൽ, ഞാൻ കരയുന്ന വിഷയങ്ങളിന്മേൽ അപ്പാ ഇന്ന് ഞാൻ പുതിയൊരു പ്ലാൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പാ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഒരു പ്രവചനാത്മാവ് ഞാൻ പറയുക, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ പുതിയ ചിലതിനെ സൃഷ്ടിക്കുവാൻ, പുതിയ ചിലതിനെ സൃഷ്ടിക്കുവാൻ, തകർന്നടിഞ്ഞു ഇനി മുമ്പോട്ട് വഴിയില്ലെന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം സംസാരിക്കുക, നീ പുതിയ ചില പ്ലാൻ വരയ്ക്കുക, പുതിയ ചിലത് നീ വരയ്ക്കുക. അതിനെ ദൈവം ഫുൾഫിൽ ചെയ്യുവാൻ ദൈവം വിശ്വസ്തന. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നീ ഇനി കരഞ്ഞത് മതി, നീ ഇനി കരഞ്ഞത് മതി. ദൈവം നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ തലയെ ഉയർത്തുന്നവനാ. ദൈവത്തിന്റെ വചനം നീ ഭക്ഷിക്കുക. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഈ തിരുവചനം നമ്മുടെ നെഞ്ചോട് ചേർത്തിട്ട് വെച്ചിട്ട് പറയാൻ പറ്റും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരെന്റെ കൂടെയില്ലെങ്കിലും, രക്തബന്ധങ്ങൾ എന്റെ കൂടെയില്ലെങ്കിലും ഈ ദൈവവചനം എന്നെ ഒരു നാളും കൈവിടത്തില്ല. പുതിയ ചിലത് വരയ്ക്കുവാൻ എത്ര പേര് തയ്യാറാണ്? ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നാം നിരവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രിയിൽ അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവകരം ചലിക്കുക. അത് വിശ്വസിക്കുന്നവർ കരം ഒരു നിമിഷം ഒന്ന് ഉയർത്താമോ? അത് വിശ്വസിക്കുന്നവർ കരം ഒരു നിമിഷം ഒന്ന് ഉയർത്തിക്കുക. ഇതൊരു ചെറിയ സന്ദേശം നിങ്ങളോട് ഇന്ന് പാസ് ചെയ്തപ്പോഴും ദൈവാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, പുതിയ ചിലതിനെ സൃഷ്ടിക്കുവാൻ, അസാധ്യമായ മേഖലയിൽ പുതിയ ചിലത് സൃഷ്ടിക്കുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്ക് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ ദൈവം ഞങ്ങളുടെ ദൈവം. പ്രതികൂല ഘട്ടത്തിൽ ആര് കൂടെയില്ലെങ്കിലും ദൈവം ഞങ്ങളുടെ സങ്കേതമായിരിക്കുക, ദൈവം ഞങ്ങളുടെ ബലമായിരിക്കുക. ഞങ്ങളെങ്ങനെ നന്ദി പറയുന്ന കർത്താവ്
അങ്ങയുടെ കരം കൂടെയുള്ളതിനാ നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി അപ്പാ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ പ്രാർത്ഥന സംഗമത്തിൽ നിങ്ങളോടൊപ്പം എനിക്കുമായിരിക്കാൻ കർത്താവ് സഹായിച്ച നല്ല കൃപകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സമയാനുവദിച്ച് തന്ന എല്ലാ ഭാര്യകൾക്കും പ്രത്യേകിച്ച് സാമ്പാസ്റ്റോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ എഗസ്കേൽ പ്രവചനം 1, 2, 3, 4 അധ്യായങ്ങളും 137 സങ്കീർത്തനം കൂടെ ഒന്നിച്ച് ചേർന്ന് പഠിക്കുമ്പോഴാണ് ആ എഗസ്കേലിൻ്റെ റോൾ അവിടെ മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. പ്രവാസികളുടെ മധ്യത്തിലായിരുന്നത്. ആ പ്രവാസികളിൽ നല്ലൊരു ശതമാനം അവിടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കിന്നരങ്ങളുണ്ടായിരുന്നു. ആ കിന്നരങ്ങളെല്ലാം അലരുവൃക്ഷത്തിൽ തൂക്കിയിട്ടിരുന്നിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് പാറമേലടിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് പ്രവാസികൾ ഉൾപ്പെടെ ആമേൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ മധ്യത്തിലും സ്വർഗദർശനത്തെ കണ്ടവനാണ് എഗസ്കേൽ പ്രവാചകൻ. അവിടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോളട്ടെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഇന്ന് രാത്രിയിൽ നമ്മളും പൂർണ്ണമായി വിശ്വസിക്കുക. അവർ ഗോഡ് ഈസ് ഏബിൾ ടു ഡു വാട്ട് ഹി ഹാഡ് പ്രോമിസ്ഡ് ടു us. നമ്മളുടെ ദൈവം നമ്മളോട് എന്ത് സംസാരിച്ചുവോ അത് നിവർത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് ഇന്ന് രാത്രിയിൽ ഉറച്ചു വിശ്വസിപ്പാനിടയാകട്ടെ. ദൈവം നമുക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. To do what he promised, that is the responsibility of God. അത് വിശ്വാസത്തിലേക്ക് നയിക്കുമ്പോൾ, പൂർണ്ണമായൊരു വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ അതിൻ്റെ മധ്യേ ദൈവം മഹത്വം വെളിപ്പെടുത്തുവാനിടയാകും. ഇന്ന് രാത്രിയിൽ ഈ വചനത്താൽ ധൈര്യത്തോടെ മടങ്ങിപ്പോവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവാഞ്ചലിസ്റ്റ് സാമുവേൽ പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കാലേ കർത്താവേ, ഖത്തർ ചാപ്റ്ററിൻ്റെ പ്രാർത്ഥനാ ധ്വനി പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങൾ ചുരുക്കം പേരായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. അതേ കർത്താവേ, വലിയൊരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ അവിടെ നിറക്കിയല്ലോ കർത്താവേ. ദൈവത്തിന് വേണ്ടി അധികം ഞങ്ങൾ ഓരോരുത്തരും ഈ ദേശത്ത് പ്രയോജനപ്പെടുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാടുവാൻ തൻ്റെ ജനത്തെ കർത്താവ് ശക്തീകരിച്ചല്ലോ. പാട്ട് ലീഡ് ചെയ്യുവാനൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ ദൈവസന്നിൽ പലവിധ വിഷയങ്ങൾ കർത്താവെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ യാചിക്കുന്നു. ഒന്നിലും ഞങ്ങൾക്ക് സ്വയം പ്രശംസിക്കുവാനില്ല. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ സ്തോത്രം. ആ നാഥൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. അവസാനമായിട്ട് കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠ ബൃത്തിനിലൂടെ മാറ്റമില്ലാത്ത ഞങ്ങളുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അത് ഞങ്ങൾ കടന്നു വന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹം, അത് വലിയ ദൈവത്തിൻ്റെ കോട്ടകളെ തകർക്കുന്ന ദൈവശക്തിയായിട്ട് ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. പ്രിയ ദൈവത്തിനെ കർത്താവ് ഏറെ ശക്തീകരിച്ചുകൊള്ളണം കർത്താവെ. വരും ദിവസങ്ങളിലെ ഈ ദേശത്ത് ദൈവസഭകൾക്ക് അനേകം പ്രയോജനമുള്ളവനാക്കി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേൾപ്പിക്കട്ട വചനങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തന്നല്ലോ. വരും ദിവസങ്ങളിൽ കർത്താവെ, ഈ പ്രാർത്ഥനാ ധ്വനി പ്രയർ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഈ ഖത്തറിൻ്റെ പ്രദേശത്ത് അനേക ആത്മാക്കളെ അവിടുന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഈ സംഗമനത്തിന് ഒരു വിശാലത കർത്താവ് ഒരുക്കിയിരിക്കുകയാൽ ഞങ്ങളത് കർത്താവെ, ഞങ്ങൾ ദൈവസന്നിധിയിൽ അത് കാണുന്നു കർത്താവെ. ഞങ്ങളതിൽ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സാംഭാഷയെ കർത്താവ് ശക്തീകരിച്ചു കൊള്ളണമേ, ബലപ്പെടുത്തണം കർത്താവെ. വരും ദിവസങ്ങളിൽ കർത്താവെ വലിയ ശക്തിയോടെ ഇതിലധികം പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നു വന്നത് ഏറെ നന്നെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് രുചിച്ചറിയാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഞങ്ങൾ കർത്താവെ ഒന്നുകൂടെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസക്കാലത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ സംഗമം ഏറെ അനുഗ്രഹമാക്കി തീർക്കണം. അനേക പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് അതിന് കൂടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അടിയങ്ങൾ കടന്നു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൂടി ഞങ്ങളെ സഹായിക്കണം കർത്താവെ. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. ബലമുള്ള കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തന മേഖലകളോടും
ഒക്ടോബറിൽ നടക്കുവാൻ പോകുന്ന കൺവെൻഷൻ ക്രമേണങ്ങളോടും കൂടെ ഇന്നും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണം. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നന്ദി വാചകങ്ങൾ പറയുന്നു. ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയ ബിബിൻ പ്രിയാനു, അതിൻ്റെ പിന്നിൽ കീബോർഡ് വായിച്ച പ്രിയ പൈതൽ ജുവാൻ, അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്ത പ്രിയ സഹോദരൻ ലെനിൻ, വീഡിയോ ക്രമേണ നടത്തിയ പ്രിയ ബിനോയ്, കടന്നു വന്ന് പ്രാർത്ഥിച്ചവർ, അതിൻ്റെ എക്സിക്യൂട്ടീവ്സ്, എല്ലാവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ.